ഹലോ ഗൈസ്, മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഒട്ടും മിസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കായത്. ഞാനും അപ്പവും കൂടെ ഈ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ആദ്യം തന്നെ നല്ല കോഴിക്കോടൻ ഹൽവ വാങ്ങിക്കാനായിട്ടാണ് പോകുന്നത്. അതുണ്ടാക്കുന്ന സ്ഥലത്താണ് പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ പുറത്തെ സെറ്റപ്പ് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അകത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവർ അന്നത്തെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 1 kgയുടെയും 2 kgയുടെയും ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടും അതുപോലെ തന്നെ 5 kg 10 kg അങ്ങനെ ഇതുപോലെ വലിയ വലിയ സ്ക്വയറുകളായിട്ടാണ് അവർ ഉണ്ടാക്കി വെക്കുന്നത്. ബ്ലാക്ക് കളർ നമുക്ക് ചെറിയ പീസിൽ കിട്ടത്തില്ല, ക്വാണ്ടിറ്റിയിൽ കിട്ടത്തില്ല. 5 kg തൊട്ടേ അവിടെ സ്റ്റാർട്ടിംഗ് ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ കിട്ടും. അങ്ങനെ ഞങ്ങളിത് ആവശ്യത്തിനുള്ള അൽവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ ബൈക്കിൽ കയറി ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ടുള്ള പോക്കാം. അതൊരു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തു പോലും ഇല്ല. കാരണം നമ്മുടെ ഇവിടെ ഒന്നും കടകളിൽ അത് കിട്ടാറില്ല. ഈ ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ഇതെല്ലാം എന്തൊക്കെയാ അച്ചാറോ, ഒരു പുളിയൊക്കെ ഉള്ളൊരു ടൈപ്പ്. പണ്ടൊക്കെ ഇതേപോലത്തെ 2 രൂപയുടെ ബോർഡായിരുന്നു. ഇപ്പോൾ 5 രൂപയുടെ ബോർഡാണ്. അവിടെ ഒരുപാട് പഴയ മുട്ടായികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് പിന്നെ ഇത് കണ്ടോ, ബീഡി മുട്ടായി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ന്യൂസ്റ്റ് അടിച്ചു. അങ്ങനെ അതെല്ലാം കണ്ട് അതെല്ലാം ആവശ്യത്തിനുള്ളത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ ജാനൂട്ടനുമായിട്ട് അവിൽ മിൽക്ക് കഴിക്കാൻ പോയി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണേലോ ചോക്ലേറ്റ് എല്ലാം കണ്ടിട്ട് ജാനൂട്ടൻ അവിടെ വണ്ടടിച്ച് നിൽക്കുക. ഏത് വേണം ഏത് എടുക്കണമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയിലാണ് ജാനൂട്ടൻ അങ്ങനെ നിൽക്കുന്നത്. കുറേ നേരം അങ്ങനെ ജാനൂട്ടൻ ചോക്ലേറ്റ് ഒക്കെ നോക്കി നിന്ന് ഒരു വിധത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഞാനും അപ്പവും അകത്തോട്ട് കയറുന്നുണ്ട്. എന്ത് ചെയ്ത് അവൾ വരണ്ടേ. അങ്ങനെ ജാനൂട്ടനുമായിട്ട് ഞങ്ങൾ അകത്ത് കയറി. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന്. അവളിരിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അവിടെ മൈൻഡ് മൊത്തവും വെളിയിലത്തെ ഭരണിക്കകത്തിരിക്കുന്ന ചോക്ലേറ്റാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ അവളെ പിടിച്ച് അവിടെ കസേരയിൽ ഇരുത്തിയിട്ട് 2 അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. ഒന്ന് സ്പെഷ്യലും ഒന്ന് നോർമൽ അവിൽ മിൽക്ക്. സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അതിലൊരു സ്കൂപ്പ് ഐസ്ക്രീം കാണും, അത്രയേ ഉള്ളൂ. ജാനൂട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് ഐസ്ക്രീം വേണോ എന്നൊക്കെ പറയുന്നുണ്ട്. ജാനൂട്ടന് തണുത്തൊന്നും കൊടുക്കാൻ മേല, കുഞ്ഞിന് പനി ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവൾക്കൊരു ഫ്രൂട്ടിയും പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിൽ മിൽക്ക് അങ്ങനെ ജാനൂട്ടൻ വേണമെന്നൊക്കെ പറഞ്ഞ് സ്പൂണൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ജാനൂട്ടന് തീരെ ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ടേസ്റ്റ്. ജാനൂട്ടൻ വിചാരിച്ചൊരു ടേസ്റ്റേ അല്ല അതിന്. കാരണം ഐസ്ക്രീം അത് എൻ്റെ കയ്യിലായിരിക്കുന്നത്, അത് ഞാൻ കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിൽ മിൽക്കൊക്കെ കഴിച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അവിൽ മിൽക്ക് കഴിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഇവിടെ പുത്തൂർപ്പള്ളി കോംപ്ലക്സിലാണെങ്കിലും ഈ സാധനം കിട്ടും. പക്ഷേ അവിടെ ആ മലപ്പുറം ഏരിയയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അവിടുത്തെ എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായ ആ ഒരു രീതിയിൽ അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു തരും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് അവിൽ മിൽക്ക് കഴിച്ച്. ജാനൂട്ടൻ്റെ ഫ്രൂട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ജാനൂട്ടൻ്റെ ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ജാനൂട്ടനെ അവിടെ സൈഡാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ കാര്യമായിട്ട് അതങ്ങ് തട്ടി. ജാനൂട്ടൻ്റെ ജ്യൂസ് കൂടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിൽ ചെന്ന് ജാനൂട്ടനും ഞാനും കൂടെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകാനുണ്ട്. അവിടെയൊക്കെ പോയി. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫുഡ് അടിക്കാനായിട്ടാണ്. ഈ ഇക്കയുടെ കട ഞങ്ങൾ കുഞ്ഞിലേ തൊട്ടേ എപ്പം അമ്മ വീട്ടിൽ പോയാലും അവിടെ പോയി ഈ ഒരു ഐറ്റം വാങ്ങിച്ച് കഴിക്കും ഞാൻ. ഇത് നെയ്വടയെന്നോ അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത്. എനിക്ക് കറക്റ്റ് പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ നമ്മുടെ ഇവിടെ നിന്ന് അധികം ഞാൻ കണ്ടിട്ടുമില്ല ഈ ഒരു സാധനം. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും അതുപോലെ തന്നെ നല്ല നെയ്യുടെ ആ ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റാണ്. അവരവിടെ ഉണ്ടാക്കി വെക്കുന്ന, അല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നൊന്നുമല്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ജാനൂട്ടനാണെങ്കിൽ ആദ്യം വലിയ ഡിമാൻഡൊക്കെ അടിച്ച് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിക്കുന്നുണ്ടപ്പോൾ വേണമെന്നൊക്കെ തോന്നി. പക്ഷേ വായി വെച്ച് കൊടുത്തിട്ട് ആച്ചാട്ടി കഴിച്ചൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പം പുള്ളിക്കാരി വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്നു വന്നപ്പോഴത്തേക്ക് അന്ന് നബിദിനമായിരുന്നു. നബിദിനത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ ഒരു മുസ്ലിം പള്ളിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഉപ്പിലിട്ട് വെച്ചിട്ട് നമ്മുടെ നെല്ലിക്കയില്ലേ, അരിനെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട്. എൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ആ നാട്ടുകാരിയല്ലായിരുന്നു. പുള്ളി നല്ല സ്നേഹത്തോടെ നല്ലൊരു ഇക്കയായിരുന്നു കേട്ടോ. ഒരു സ്പൂണിന് 5 രൂപ അങ്ങനെ എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ 2 സ്പൂണൊക്കെ വാങ്ങിച്ച് അവത്തിന്ന് തന്നെ കൊതി മൂത്തിട്ട് ഒരെണ്ണം എടുത്ത് കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഇക്കയാണെങ്കിൽ അവത്തിലേക്കിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് നമുക്ക് തന്നു. പക്ഷേ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ക്ഷമ എനിക്കില്ലായിരുന്നു. ഞാനെടുത്ത് അപ്പം തന്നെ കഴിച്ചു. ഇത് നോക്കി ജാനൂട്ടിന് നേരത്തെ അത് കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അവൾക്ക് വേണം. പക്ഷെ നല്ല പുളിയും ഒരു എരിവും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ആലപ്പുഴ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഉപ്പിലിട്ടത് വാങ്ങി കഴിക്കാറില്ല എന്ന് പറഞ്ഞ പോലെ. ഇത് കണ്ടോ, നബിദിനം ആയിക്കൊണ്ട് അവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെ പള്ളിയിൽ എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ അവരുടെ ഓരോ മതത്തിൻ്റെ ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മമ്മ നല്ല ഉഷാറായിട്ടിരിക്കുന്നു. രാവിലെ കണ്ട ഒരാളേ അല്ല ഇപ്പോൾ വൈകിട്ട് ചെന്നപ്പോഴത്തേക്ക് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നു. അമ്മമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട് അമ്മമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവിടോട്ട് പോയത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നി കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പോരാൻ നേരം ആയപ്പോഴത്തേക്ക് അമ്മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മമ്മ കൂളായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.